welcome back to my YouTube channel. Guys, ആമിക്കുട്ടിയുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? രണ്ട് കൊമ്പൊക്കെ കെട്ടിയിട്ട് സുന്ദരി ആയിട്ടുണ്ടോ? നിങ്ങൾ കമന്റ് ചെയ്യണേ. രണ്ട് ബോൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് കളിക്കാൻ, അതുകൊണ്ടാണ് ഇപ്പൊ കളിക്കണത്. എന്ത് ബോളാ കുഞ്ഞാ? മുത്തശ്ശിയുടെ ബോളാ അത്? ആമിയുടെയാണോ? ഇതിലെന്താ ഉണ്ടായിരുന്നത്? ഇത് എന്തിന്റെ ബോളാ? ഐസ്ക്രീമിന്റെ ഐസ്ക്രീം ബോള് അല്ലേ? എത്ര ബോളാ? സാധാരണ പെൺകുട്ടികൾക്ക് പാവക്കുട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. പക്ഷെ എൻ്റെ മോൾക്ക് ബോളിനോടാണ് കൂടുതൽ താല്പര്യം. ബോൾ എറിഞ്ഞ് കളിക്കുക, ബോൾ കൊണ്ട് കളിക്കുക, അങ്ങനത്തേനോടാണ് താല്പര്യം. എവിടെ പോയാലും ബോളിലേക്കാണ് അവൾ ആദ്യം കണ്ടുപോവുക. എല്ലാ പെൺകുട്ടികളും ടെഡി ബിയറിലേക്ക് അങ്ങനത്തെ ഐറ്റംസത്തിലേക്കൊക്കെ ആയിരിക്കും കണ്ണൊക്കെ പോവാ. നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോ കടകളിലൊക്കെ കേറുമ്പോ. ആമി മോനിക്ക കളിച്ച മോനിക്ക മോനിക്ക കളിക്ക് ഇപ്പൊ സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ടുണ്ട്. മോനിക്കയുടെ സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ടുണ്ട് കുട്ടി. കളിക്ക് മോനിക്ക കളി. അമ്മ വെക്കട്ടെ, വീഡിയോ വെക്കട്ടെ. ഇപ്പൊ ഗൈസ് ചായക്കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു, ഒരെണ്ണം ബാക്കിയുണ്ട്, അത് ഏട്ടന് വെച്ചിറക്കാണ്. കട്ട്ലേറ്റ് സോസും കൂട്ടി കഴിച്ചു കേട്ടോ. നമ്മള് സോസേ ഒരു വലിയ കുപ്പി മേടിച്ചു വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത്ര പോകുന്നൊരു കുപ്പി മേടിച്ചു വെച്ചിട്ട്. ഇതിനാവുമ്പോ 88 രൂപ വരുന്നുണ്ട്. 88 രൂപ 90 രൂപയുള്ള 1 കിലോന്റെ. 1 കിലോ എന്നാണ് ഇതിൽ എഴുതിയേക്കണത്. എന്നാൽ നമ്മള് സാധാ ഒരു ചെറിയ ബോട്ടിലില്ലേ, ചെറിയ ബോട്ടിലൊക്കെ മേടിക്കുമ്പോ 58 രൂപ 68 രൂപ ഒക്കെയാണ് കാണിക്കണേ. ചിലപ്പോ ബ്രാൻഡ് നെയിമായിട്ട് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ ക്വാളിറ്റിയുടെ എന്തെങ്കിലും കാര്യമുണ്ടോ. പക്ഷെ ഇതിൽ ക്വാളിറ്റി കുറവാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം കുറെ യൂസ് ചെയ്യണു, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. വലിയ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ എനിക്കറിയത്തില്ല കേട്ടോ. ആമിക്കാണെങ്കിൽ ഇവിടെ സോസ് എന്ന് പറഞ്ഞ പ്രാന്താണ് ഗൈസ്. അയ്യോ, ആമിക്കുട്ടിക്ക് സോസ് എന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എന്തുണ്ടെങ്കിലും സോസ് വേണം. പക്ഷെ ഞാൻ അധികം അങ്ങനെ കൊടുക്കലില്ല. അധികം കൊടുക്കാനും പാടില്ല കേട്ടോ ഈ സോസ് എന്ന് പറഞ്ഞത്. എപ്പോഴെങ്കിലൊക്കെ തുണ്ടിങ്ങനെ കൈമ ഒട്ടിച്ചു കൊടുക്കാന്നല്ലാണ്ട് എപ്പൊ നോക്കിയാലും ഫ്രിഡ്ജ് തുറന്ന് നോക്കണം എൻ്റെ മോക്ക്. എപ്പോഴൊന്നും ഫ്രിഡ്ജിൽ തുറന്നിട്ട് എന്താണ് കഴിക്കാനുള്ളത് ഒന്നുമില്ലെങ്കിൽ പോലും ഒന്ന് തുറന്ന് നോക്കിയിട്ട് അതിൽ എന്തെങ്കിലൊക്കെ ഉണ്ടോ, തിന്നാൻ എന്തെങ്കിലൊക്കെ വെച്ചിട്ടുണ്ടോ, അതൊക്കെ നോക്കി ഇല്ലാന്ന് അറിഞ്ഞതിന് സമാധാനം. ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിനായിട്ട് വാശി. സോസ് അല്ല നീ കട്ട്ലേറ്റിന്റെ കൂടെ തിന്നത്? സോസ് താൻ എങ്ങനെ പറയാ? Give me. Give me. Give me. Give me. ചില ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ അങ്ങനെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു സന്ദർഭം ആവുമ്പോ അവള് കറക്റ്റായിട്ട് പറയും. കൊള്ളി വറുത്തതാണ്. അമ്മ വർക്ക് ചെയ്യണ ഹോസ്പിറ്റലിന്റെ മുന്നില് ഇത് വറക്കണ ഒരു ചെറിയൊരു പെട്ടിക്കട പോലെ ഉണ്ട്. വഴിയോരത്ത് ഇങ്ങനെ വർക്കില്ലേ, അവിടുന്ന് കൊണ്ടുവരുന്നതാണ്. ഇത് 50 രൂപേന്റെ തോന്നുന്നുണ്ട് കേട്ടോ. 50 രൂപേന്റെ 30 രൂപേന്റെ ആണാവോ. ഇങ്ങനെ ഒരു കവറിൽ കൊണ്ടുവരുന്നതാ. അപ്പൊ ഗൈസ്, നിങ്ങൾ ചായ ഒക്കെ കുടിച്ചോ? അടിച്ചോറിലും പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ അമ്മിക്കുട്ടിയുടെ തലയിൽ നിറച്ച് പേന ഗൈസ്. ഇന്ന് എത്ര പേന അമ്മിയുടെ തലയിൽ നിന്ന് കിട്ടിയത്? എത്ര പേൻ കിട്ടി? എത്രണ്ണം കിട്ടി? എത്രണ്ണം? 2 പേമ കിട്ടി. 2 പേമയല്ല 3 പേമ കിട്ടിയിട്ടുണ്ട്.
പാട്ട് പാടിക്കൊടുത്തേ. കാലോട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഗൈസ്. മോനിക്ക അങ്ങനെ. അപ്പൊ ഇന്ന് കുട്ടി വിശേഷമുള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 14,000 കടന്നിരിക്കുകയാണ് ഗൈസ്. എല്ലാവരുടെ സപ്പോർട്ടിന് നന്ദി. പക്ഷെ വ്യൂസ് കുറവാണ്. സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്, വ്യൂസ് കുറവാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളിടുന്ന വീഡിയോസ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം.